ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ന് രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനമാണ്. അതെ, നമ്മള് സ്വാതന്ത്ര്യം കിട്ടി, അതിനുശേഷം ഭരണഘടന 1950 ജനുവരി 26 സ്വീകരിച്ച് നമ്മളൊരു റിപ്പബ്ലിക് ആയി എന്ന് പ്രഖ്യാപിച്ചതിന്റെ പ്ലാറ്റിനം ജൂബിലി കൂടിയാണ്. ഇന്ന് കർത്തവ്യപഥിൽ വിവിധമായ പരിപാടികളുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള 16ഓളം ടാബ്ലോകളുണ്ട്. കേന്ദ്ര വകുപ്പുകളിൽ നിന്നും മിനിസ്ട്രികളിൽ നിന്നുള്ള 15ഓളം ടാബ്ലോകളുണ്ട്. 75 വർഷം എന്ന് പറയുമ്പോൾ അതൊരു പരമാധികാരം എന്ന് പറയുന്ന അത് ഇന്ത്യ സ്വായത്തമാക്കിയിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിടുകയാണ്. അപ്പം അതുകൊണ്ട് അത് വിപുലമായ ആഘോഷമാക്കി മാറ്റാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പൂർത്തിയാവുന്നു. നമ്മളിപ്പോൾ ഉള്ളത് മോർണിംഗ് വാക്കിനായി എത്തിയിരിക്കുന്നത് കാക്കനാട് സിവിൽ സ്റ്റേഷനുള്ള പരേഡ് ഗ്രൗണ്ടിലാണ്. ഇവിടെ വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഗ്രൗണ്ടെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മുടെ പോലീസ് വിവിധ വിഭാഗങ്ങൾ, സേനാ വിഭാഗങ്ങൾ, അവരുടെയൊക്കെ പരേഡ് നടക്കും. സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ ഒരു നിര തന്നെ ഉണ്ടാകും. അങ്ങനെ പൊതുജനങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. അപ്പോൾ 1857 ആദ്യ സ്വാതന്ത്ര്യ സമരം മുതൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പരിശ്രമിച്ച എല്ലാവരെയും ഓർക്കുന്നു. ഒപ്പം തന്നെ ഭരണഘടനാ ശില്പികളെയും ഓർത്തുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. യെസ്, അപ്പോൾ ഇന്ന് ജനുവരി 26 മലയാള മാസം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1200 മകരം 13 ഒരു ഞായറാഴ്ച ദിവസം. അതിന്റെ ആലസ്യങ്ങളൊന്നുമില്ലാതെ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനുമായിട്ടൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മോർണിംഗ് വാക്കും തുടങ്ങുകയാണ്. ഒരുപാട് വാർത്തകളുണ്ട്. ഒരു വിടവാങ്ങൽ വാർത്ത, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫിയുടെ നിര്യാണ വാർത്ത കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ, എന്താണ്, എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്, കൃത്യമായി സംസ്കാര ചടങ്ങുകൾ എപ്പോഴും നടക്കും, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പോൾ മോർണിംഗ് വാക്ക് നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം അല്ലെ, നടന്നു തുടങ്ങാം. നമ്മളിപ്പോൾ ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കാക്കനാട് സിവിൽ സ്റ്റേഷന്റെ പരേഡ് ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡുകൾ, ജില്ലയുടെ ഭാഗമായുള്ള പരേഡുകളും ഒക്കെ നടക്കുക. മന്ത്രി പി രാജീവാണ് ഇവിടെ ദേശീയ പതാക ഉയർത്തുക, ഒപ്പം പരേഡിനെ അഭിവാദ്യം സ്വീകരിക്കുക എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. ഒട്ടേറെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. ചേച്ചി, അതുപോലെ നമ്മുടെ പത്മ പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുള്ളത്. നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേർക്ക് ഇത്തവണ പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ ഐ എം വിജയനുണ്ട്, അതോടൊപ്പം തന്നെ ശോഭനയുണ്ട്, ഡോക്ടർ ജോസാക്കോ പെരിയപ്പുറമുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. അതിന്റെയൊക്കെ പത്മവിഭൂഷൺ ലഭിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം രാത്രി 12:30 ശേഷം വന്ന ഒരു വിയോഗ വാർത്തയാണ്. ആ വാർത്തയിൽ തുടങ്ങേണ്ടതുണ്ട്. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി ഒരുപാട് നാളുകളായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണ വാർത്ത കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് വന്നത്. ഹിറ്റ് മേക്കർക്ക് വിട. പ്രശസ്ത സംവിധായകൻ ഷാഫി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. 2001 വൺമാൻ ഷോ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി മൃതദേഹം എളമക്കരയിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി ലഭിക്കുന്നു. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. അശ്വിൻ, സംവിധായകൻ ഷാഫി ആശുപത്രിയിൽ ചികിത്സയിലാണ്, ഗുരുതരാവസ്ഥയിൽ എന്ന വാർത്ത ഒരാഴ്ചയായി നമുക്കറിയാം ചികിത്സയിൽ കഴിയുന്നതായിട്ട്. അപ്പോൾ വിയോഗ വാർത്ത വന്നത് ഇന്നലെയാണ്. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ്? ആരൊക്കെ ഇപ്പോൾ വസതിയിലെത്തിയിട്ടുണ്ട്? വിവരങ്ങൾ. പ്രജിൻ, ഇന്നലെ രാത്രി 12:25 കൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അർബുദത്തെ തുടർന്ന് ഏറെ നാളുകളെ ചികിത്സയിലായിരുന്നു. പിന്നീട് വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു തലവേദന ഉണ്ടാകുന്നു. തലവേദനയെ തുടർന്നാണ് എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ആരോഗ്യാവസ്ഥ അതീവ ഗുരുതരമായി മാറുകയായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ 7 ദിവസമായി അദ്ദേഹം ആശുപത്രിയിൽ തുടർന്നത്. അതിനിടെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി. പിന്നീട് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പിന്നീട് മരുന്നുകളോട് പ്രതികരിക്കുന്നതിലൊക്കെ വലിയ പ്രശ്നവും കാണിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ അർദ്ധരാത്രി 12:25 കൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് എളമക്കരയിലുള്ള വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 9 മണി മുതൽ
ഉച്ചയ്ക്ക് 12 മണി വരെ മണപ്പാട്ട് സഹകരണ ബാങ്കിൻ്റെ ഹാളിൽ പൊതുദർശനം നടക്കുന്നുണ്ട്. ഒപ്പം വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് കലൂർ ജുമാ മസ്ജിദിൽ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുക. സിനിമാ മേഖലയിലെ പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒപ്പം പൊതുദർശനം നടക്കുന്നിടത്തും എത്തും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖ താരങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആശുപത്രിയിലൊക്കെ എത്തി അദ്ദേഹത്തെ നേരിട്ട് സന്ദർശിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും മലയാളിയെ സംബന്ധിച്ച് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ്. ഹിറ്റ് മേക്കറുകളുടെ പിതാവ് എന്നൊക്കെ വിളിക്കാവുന്ന ഹിറ്റ് മേക്കർ ചിത്രങ്ങളുടെ പിതാവ് എന്നൊക്കെ വിളിക്കാവുന്ന ആളുകൂടിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. 2001 ആദ്യ ചിത്രം അദ്ദേഹം ജയറാമിനെ വെച്ച് സംവിധാനം ചെയ്യുന്നു. അത് പിന്നീട് പുറത്തിറങ്ങി വൺ മാൻ ഷോ എന്ന പേരിൽ അത് പുറത്തിറങ്ങുന്നു. 2002 തുടർച്ചയായി വീണ്ടും രണ്ടാമത്തെ ഹിറ്റിലേക്ക് പോകുന്നത് കല്യാണരാമനാണ്. അങ്ങനെ പുലിവാൽ കല്യാണം ഉൾപ്പെടെ ചട്ടമ്പി നാട് ഉൾപ്പെടെ എടുത്തു പറയാവുന്ന എണ്ണിപ്പറയാവുന്ന മലയാളികളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ചിരിക്കുന്ന ഒരുപിടി നല്ല ചിത്രങ്ങൾ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ മലയാളി വളരെ വേദനയോടുകൂടിയാണ് കാണുന്നത്. മലയാള സിനിമയിലേക്ക് ഒരു സ്വതന്ത്ര സംവിധായകനായി 2001 അദ്ദേഹം എത്തിയെങ്കിലും അതിന് മുന്നേ തന്നെ സഹസംവിധായകനായും മറ്റ് റോളുകളിലുമെല്ലാം അദ്ദേഹം മലയാള സിനിമാ രംഗത്ത് സജീവമായിരുന്നു. 1990കളുടെ തുടക്കത്തിൽ തന്നെ രാജസേനയിലൂടെ അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലും സഹസംവിധായകനായാണ് ഷാഫി എത്തുന്നത്. റഷീദ് എന്നാണ് യഥാർത്ഥ പേര്. ആ പേരിൽ മലയാളി അദ്ദേഹത്തെ ഒരു കാലത്തും അറിഞ്ഞിട്ടില്ല. ഷാഫി എന്ന 2 അക്ഷരം കൊണ്ടാണ് മലയാളി അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. എന്തായാലും ആ പ്രിയപ്പെട്ട ഷാഫിക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഖബറടക്കം നടക്കുക. പ്രജി, അശ്വിൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഈ പടങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എപ്പോഴും ഈ നർമ്മം, അതിന് ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുക, അത് വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തുന്ന രീതിയിൽ, അതിന്റെ നർമ്മം എത്തുന്ന രീതിയിൽ അതിനെ സംവിധാനം ചെയ്യുക, അതൊരു ചില്ലറ കാര്യമല്ല. ഇപ്പോൾ ഈ പറഞ്ഞ സിനിമ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ വൺ മാൻ ഷോ മുതൽ കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ലോലിപോപ്പ്, ചട്ടമ്പിനാട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, വെനീസിലെ വ്യാപാരി, അങ്ങനെ പോകുന്നു ഒരുപാട് ചിത്രങ്ങൾ. അതെല്ലാം ആ രംഗങ്ങൾ, ആ ചിത്രങ്ങളിലെ രംഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ് അല്ലേ? അശ്വിൻ, ഇനി അറിയേണ്ടത് ഇപ്പോൾ ഈ പൊതുദർശനത്തിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അതിന്റെ 2 ഇടങ്ങളിൽ ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അത് അങ്ങനെ തന്നെയാണോ? ഈ വസതിയിൽ എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ മൃതദേഹം. അത് കഴിഞ്ഞ് ഈ പൊതുദർശനത്തിനായി എപ്പോഴേക്കും മൃതദേഹം കൊണ്ടുപോവുക? സംസ്കാരത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ്? നിലവിൽ ഒരിടത്ത് മാത്രമാണ് പൊതുദർശനം പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ ആണ് ഇപ്പോൾ നിലവിൽ മൃതദേഹമുള്ളത്. അവിടേക്ക് അങ്ങനെ അധികം ആളുകൾ എത്തുന്നില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒപ്പം അദ്ദേഹത്തോടൊപ്പം തുടക്കം മുതൽ ഈ 90കൾ മുതൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ, സംവിധായകരും അടക്കമുള്ള താരങ്ങളടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ മാത്രമേ എളമക്കരയിലെ വീട്ടിലേക്ക് വരികയുള്ളൂ. അല്ലാതെ പൊതുസമൂഹം അടക്കമുള്ള ആളുകൾ എത്തുക ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്കായിരിക്കും. മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലാണ് പൊതുദർശനം 9 മണി മുതൽ 12 മണി വരെ നടത്തുക. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോവുക. കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ ഖബർസ്ഥാനിൽ 4 മണിയോടുകൂടി ഖബറടക്കം നടക്കും. അതിനിടെ ഇതുവരെ നിലവിൽ മറ്റ് പൊതുദർശനമൊന്നും തയ്യാറാക്കിയിട്ടില്ല. നിലവിൽ ഫെഫ്കെ അടക്കമുള്ള യൂണിയനുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള മറ്റ് വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും 4 മണിക്ക് ഖബറടക്കം നടക്കും. പ്രജി, അശ്വിൻ, നമ്മളൊക്കെ കണ്ട പല ചിത്രങ്ങൾ പലപ്പോഴും നമ്മൾ വളരെ സമ്മർദ്ദത്തിലൊക്കെ ഇരിക്കുമ്പോൾ തിയേറ്ററുകളിൽ പോയിരുന്ന് ഒന്നും ആലോചിക്കാതെ പൊട്ടിച്ചിരിച്ച് ആ സമ്മർദ്ദമൊക്കെ മാറ്റി തിരികെ വീട്ടിലെത്താൻ പറ്റുന്ന തരത്തിലുള്ള നിരവധി സിനിമകൾ. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ ചിരിയുടെ അമ്പുകൾ നിറച്ച ഒരു സംവിധായകനായിരുന്നു. ഇനിയും ധാരാളം അത്തരം ചിത്രങ്ങൾ വരാനിരിക്കുകയാണ്. കേവലം 56 വയസ്സ് മാത്രമുള്ളപ്പോൾ നമ്മെ വിട്ട് അദ്ദേഹം പിരിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സുഹൃത്തുക്കളും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നുണ്ട്. അശ്വിൻ പറഞ്ഞ പോലെ മമ്മൂക്ക അടക്കം പലരും ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? വളരെ വൈകാരികമാണ് ക്രിസ്റ്റ്യന. അവരുടെയൊക്കെ ജീവിതത്തിൽ തന്നെ വലിയൊരു ബ്രേക്ക് നൽകിയ അല്ലെങ്കിൽ വലിയൊരു വഴിത്തിരിവായത് ഇദ്ദേഹത്തിൻ്റെ സിനിമകളാണെന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം അതിപ്പോൾ ജയറാമിനെ സംബന്ധിച്ച് വൺ മാൻ ഷോ, ദിലീപിനെ സംബന്ധിച്ച് കല്യാണരാമൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ, ജയസൂര്യയാണെങ്കിൽ പുലിവാൽ കല്യാണം, അങ്ങനെ ഒരുപാട് താരങ്ങളെ അവരുടെ ജീവിതത്തിലെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വഴിത്തിരിവായത് ഈ സംവിധായകൻ ഷാഫിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരതൊക്കെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും ഷാഫിയുടെ ശിഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ സഹസംവിധായകനായൊക്കെ വിഷ്ണു പലപ്പോഴും എത്തിയിട്ടുണ്ട്. പിന്നീട്
ഈ ചിൽഡ്രൻസ് ഹോം അടക്കമുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണനെ വെച്ചുകൊണ്ടുള്ള പല ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഷറഫുദ്ദീനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാന ചിത്രത്തിൽ നായകനായി എത്തുന്നത്. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ്. അതിൽ ഷറഫുദ്ദീനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നു. ഈ സിനിമാ സെറ്റുകളിലൊക്കെ എത്രത്തോളം സൗമ്യമായാണ് ഷാഫി എന്ന സംവിധായകൻ പെരുമാറിയത് എന്നുള്ളതൊക്കെ അദ്ദേഹം ഇന്നലെ രാത്രി ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും മോശമായ ഒരു അഭിപ്രായം പോലും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ്. ഒരു റോൾ ഒരു രംഗം എങ്ങനെ മികച്ചതാക്കാം എന്നുള്ളത് അദ്ദേഹം അത്രത്തോളം ചേർന്ന് നിന്ന് പറഞ്ഞു തരും എന്നൊക്കെയാണ് ഇന്നലെ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. 1996 രാജസേനൻ്റെ ചിത്രത്തിൽ ദില്ലിവാല രാജകുമാരൻ്റെ സഹസംവിധായകനായാണ് അദ്ദേഹം ഈ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 2001 സ്വതന്ത്ര സംവിധായകനായിരുന്നു. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം കഥയും തിരക്കഥയും ഒക്കെ മലയാള സിനിമകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് മേക്കപ്പ് മാൻ അടക്കമുള്ള 3ഓളം ചിത്രങ്ങളുടെ കഥ അദ്ദേഹം രചിച്ചതാണ്. ഒപ്പം 2-3 ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്ര മേഖലകളിലും പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം സാന്നിധ്യം അറിയിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത്. ഒപ്പം ഈ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ തുടക്കം മുതൽ ഏകദേശം 16ഓളം ചിത്രങ്ങളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിലെല്ലാം നമുക്കൊപ്പം എപ്പോഴുമുള്ള തീർച്ചയായിട്ടും അശ്വിൻ. അപ്പോൾ ആ ചിത്രങ്ങൾ, ആ പേരുകൾ പറയുമ്പോൾ തന്നെ, സിനിമകളുടെ ടൈറ്റിൽ പറയുമ്പോൾ തന്നെ അതിലെ ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംവിധായകനാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാവുന്നത്. ഓരോ മലയാളിയുടെയും മനസ്സിൽ അതുപോലെ ആ സൗമ്യ മുഖം, സംസാരമൊക്കെ എത്ര സൗമ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു. പലരും അത് ഓർത്തെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. സെറ്റുകളിലൊക്കെ ഒട്ടും ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ കൃത്യമായി, ഒരു ഹാസ്യത്തിൻ്റെ തമ്പുരാൻ എന്നൊക്കെ പറയുമ്പോഴും മനുഷ്യരോടുള്ള ഇടപെടലിലും ഒരു മനുഷ്യത്വം പ്രകടിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ഷാഫി. അശ്വിൻ തുടരുന്നുണ്ട്. അശ്വിൻ ഈ പറയുന്ന പോലെ തന്നെയാണ് ഏറ്റവും സൗമ്യനായ ഒരു മുഖം, അതോടൊപ്പം തന്നെ നർമ്മം അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിവുണ്ടായിരുന്ന ഒരു സംവിധായകനെയാണ് മലയാള സിനിമയ്ക്ക് അകാലത്തിൽ നഷ്ടമാകുന്നത്. 56 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ അന്ത്യം സംഭവിക്കുന്നത്. നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്, ഏറെ വിഷമിപ്പിക്കുന്നതാണ്. സഹോദരൻ റാഫി മെക്കാട്ടിൻ ആ ടീമിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത ശേഷമാണ് സ്വതന്ത്രമായ ഒരു സംവിധാന രംഗത്തേക്ക് ഷാഫി കടക്കുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്നുള്ളൊരു വിയോഗം അത് ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിന് കഴിയുന്നില്ല, മലയാള സിനിമാ ലോകത്തിന് കഴിയുന്നില്ല. ഒരുപാട് സൗഹൃദ കൂട്ടമുള്ള ഒരു സംവിധായകൻ കൂടിയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാവുന്നത്. അത് ആ വിടവ് ആര് നികത്തും എന്ന ചോദ്യം ബാക്കിയാവുന്നുമില്ലേ അശ്വിൻ? തീർച്ചയായും പ്രജിന, വിടവ് നികത്താനാവുന്നതല്ല എന്നുള്ളത് ഒറ്റ വാക്കിൽ മലയാള സിനിമാ രംഗത്തിന് മറുപടി പറയാനാകുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഒപ്പം നമുക്ക് ഈ 16 ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത്. 1 മുതൽ 16 വരെയുള്ള ചിത്രങ്ങൾ എടുത്താൽ അതിലെല്ലാം നമ്മുടെയൊക്കെ മനസ്സിലിടം പിടിച്ചിട്ടുള്ള, നമ്മളൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഓരോ ഡയലോഗുകളൊക്കെ പറയുന്ന 1-2 കഥാപാത്രങ്ങളിൽ എങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ പുലിവാൽ കല്യാണം എടുത്താൽ അതിൽ മണവാളനുണ്ട്, തീപ്പൊരിച്ചേട്ടനുണ്ട്. പിന്നീട് അങ്ങനെ ഓരോ ചിത്രങ്ങൾ എടുക്കുമ്പോഴും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമെങ്കിലും നമുക്ക് ഉണ്ടാകും. കല്യാണരാമനിൽ പൂഞ്ഞിക്കരടക്കമുള്ള അങ്ങനെ ഒരുപാട് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ആ ചിത്രത്തിൻ്റെ ഒരു കാമ്പ് എന്നൊക്കെ പറയാവുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളിലും ഉണ്ടാകും. അത് ഒരുപക്ഷെ കഥയുടെയോ തിരക്കഥയുടെയോ മാത്രം പ്രത്യേകതയല്ല, സംവിധായകൻ എന്നുള്ളൊരാളിൽ കൂടെയാണ് ആ ഓരോ കഥാപാത്രങ്ങളും പിറക്കുന്നത് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രത്തിൽ പോലും നമുക്കങ്ങനെ പേരെടുത്തു പറയാനാകുന്ന കഥാപാത്രങ്ങൾ, എടുത്തു പറയാനാകുന്ന കഥാസന്ദർഭങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒപ്പം ചട്ടമ്പിനാട്, മമ്മൂട്ടിയെ വെച്ചെടുത്തിട്ടുള്ള ചിത്രങ്ങൾ, തൊമ്മനും മക്കളും, അതിൻ്റെ തന്നെ തമിഴ് പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് മജ എന്ന പേരിൽ. അതെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ എടുത്തു പറയാവുന്ന തരത്തിൽ ഒന്നിലേറെ താരങ്ങളുള്ള, ഒന്നിലേറെ കഥാസന്ദർഭങ്ങളുള്ള. ശരി അശ്വിൻ, തുടരുക. ഇപ്പോൾ സിനിമാ താരം ഹരിശ്രീ അശോകൻ ടെലിഫോൺ ലൈനുണ്ട്. ഹരിശ്രീ അശോകൻ, മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു വിയോഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്ന വാർത്തയൊക്കെ വന്നെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ആ പ്രാർത്ഥനകളും ആഗ്രഹവുമൊക്കെ വിഫലമാക്കിയാണ് ആ വിയോഗ വാർത്ത കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലൂടെ പുറത്തു വന്നത്. കൂടെ വർക്ക് ചെയ്ത പടങ്ങൾ, അതെല്ലാം മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടാവും. താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഷാഫി എന്ന സുഹൃത്തിനെ, സംവിധായകനെ? ഷാഫി ഒരുപാട്, അതായത് റാഫി എന്ന് പറയുന്ന അദ്ദേഹത്തെ ബ്രദറും ഒക്കെ നമ്മുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടം, പഞ്ചാബി ഹൗസ് തുടങ്ങി അങ്ങനെ ഒത്തിരി സിനിമകളിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും, അതായത് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും അസോസിയേറ്റ് സമയത്തും ഒക്കെ
ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിലൊക്കെ സിനിമയേക്കാൾ ഉപരി ഒരു നാട്ടുകാരെന്ന നിലയിൽ തന്നെ ഷാഫിയെ ഒത്തിരി അറിയാവുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ്. നല്ല സ്നേഹമുള്ളൊരു സുഹൃത്തായിരുന്നു റാഫിയും അതുപോലെ ഷാഫിയും ഒക്കെ. ഷാഫിയുടെ വിയോഗം ഭയങ്കര വേദന തരുന്ന ഒരു സംഭവമാണ്. വളരെ അടുത്താണ്. കാരണം ഈ അടുത്ത് മനോരമയിൽ തന്നെ ഒരു സൺഡേ സപ്ലിമെന്റില് ഹാസ്യത്തെ കുറിച്ച് പല സംവിധായകരും പറഞ്ഞപ്പോ ഞാൻ ആ പത്രം വായിച്ചതിന് ശേഷം, പത്രത്തിലായത് പഞ്ചാബി ഹൗസിനെ കുറിച്ച് വായിച്ചതിന് ശേഷം ഞാൻ അന്ന് ഷാഫിയെ വിളിച്ചു. അന്ന് തിരിച്ച് ഫോൺ എടുത്തില്ല. അപ്പൊ എപ്പോ വിളിച്ചാലും അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുന്നതാണ്. അന്ന് എന്നെ തിരിച്ചു വിളിച്ചില്ല. പിന്നെ ഞാൻ റാഫിയെ വിളിച്ചു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ റാഫിയെ വിളിച്ചു. ഇങ്ങനെ ഒരു വാർത്ത പത്രത്തിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ഷാഫി ഹോസ്പിറ്റലാണ്. അപ്പൊ എന്താന്ന് വെച്ചപ്പോ സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്രയും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി. പിന്നെ അറിഞ്ഞത് ആള് കുറച്ച് കുഴപ്പമാണ് എന്നറിഞ്ഞത്. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്ന ഇത്തിരി സീരിയസ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് രണ്ട് ദിവസം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി. എന്നാലും ഷാഫിയുടെ വിയോഗം ഭയങ്കര വിഷമം വേദനയൊക്കെ തോന്നുന്നതാണ്. കാരണം കുറെ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ട് അതേക്കുറിച്ചൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷരടിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അമൃത ചാനലിന്റെ പരിപാടിക്ക് വന്നപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് തോന്നുന്നു ആ ഷാഫി അവസാനമായിട്ട് ഞാൻ കണ്ടത്. കുറെ നേരം സംസാരിച്ചു. എന്താ പറയുക, നല്ല കുറെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കൂടാനും ഇടയ്ക്കിടയ്ക്ക് സൗഹൃദങ്ങൾ പങ്കിടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇങ്ങനൊരു അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. ഒത്തിരി നല്ല സിനിമകൾ കാഴ്ചവെച്ചിട്ടുള്ള നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തന്നെ നല്ലൊരു നഷ്ടം തന്നെയാണ്. ഇനിയും 3-4 സിനിമകൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ആ നല്ല സുഹൃത്തും നല്ല സംവിധായകനും പോയതിന്റെ വേദന ചെറുതൊന്നുമല്ല, വലുത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആത്മാനന്ദത്തെ ശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി ശ്രീ ഹരിശ്രീ അശോകൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കാരണം ഹരിശ്രീ അശോകൻ്റെയൊക്കെയുള്ള ഹാസ്യരംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആത്മാർത്ഥമായൊരു സുഹൃത്ത്, ഒരു സംവിധായകൻ എന്നൊക്കെ രീതിയിലുള്ള ആ വിഷമം അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടവുമാണ്. അതെ, അത് ആരോട് ചോദിച്ചാലും, സുഹൃത്തുക്കളിൽ ആരോട് ചോദിച്ചാലും ഇത് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ആ സംവിധായകൻ വിടവാങ്ങിയിരിക്കുകയാണ്.